Hello everyone. So next section നമുക്കുള്ളത് ഏരിയ ബൈ ഡബിൾ ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻസിലൊക്കെ പഠിച്ചത് എന്താണ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് നിങ്ങൾ വോല്യൂം കാണാനാണ് നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻസിൽ യൂസ് ചെയ്തത് അല്ലേ. ഡബിൾ ഇൻറ്റഗ്രേഷൻ വോല്യൂം എന്നാൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നാണ് നിങ്ങൾ യൂസ് ചെയ്തത്. വോല്യൂം കാണാനായിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ഏരിയ കാണാൻ കൂടി എന്താണ് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജനറലായിട്ട് പറയുന്ന ഇൻറ്റഗ്രേഷൻ എന്താണ്, ഏരിയ കാണാൻ സിംഗിൾ ഇൻറ്റഗ്രേഷനും വോല്യൂം കാണാൻ ഡബിൾ ഇൻറ്റഗ്രേഷനും ആണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഡബിൾ ഇൻറ്റഗ്രേഷനെ ഏരിയ കാണാൻ കൂടി യൂസ് ചെയ്യാം. ബട്ട് എങ്ങനെയാണ്, ഇപ്പോൾ വോല്യൂം എന്നുള്ളത് എന്താണ്, വോല്യൂമിൻ്റെ ഫോർമുല എന്താണ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എ. ആ ഡി എ എന്നുള്ളത് ഡി എക്സ് ഡി വൈ ആവാം, ഇല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് കൂടി ആവാം എന്ന് കൂടി നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡബിൾ ഇൻറ്റഗ്രേഷനെ ഏരിയ കാണാൻ കൂടി നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഏരിയ കാണാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള പ്ലേസിൽ എന്താണ് 1 യൂസ് ചെയ്താൽ, അതായത് ഈ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫങ്ഷൻ എടുക്കാതെ നിങ്ങൾ എന്താണ് ജനറലായിട്ട് എന്താണ് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ 1 ഇൻറ്റു ഡി വൈ ഡി എക്സ് ഇല്ലെങ്കിൽ ഡി എക്സ് ടി, അതായത് 1 ഇൻറ്റു ഡി എ ചെയ്താൽ എഫ് ഓഫ് എക്സ് വൈൻ്റെ പ്ലേസിൽ 1 നിങ്ങൾ എടുത്താൽ ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്താണ് ഏരിയയാണ്. ഓക്കെ, ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡബിൾ ഇൻറ്റഗ്രേഷൻ കൂടി ചെയ്യാം. ബട്ട് എന്താണ്, ഈ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഏരിയ എന്താണ്, ഏരിയ ഓഫ് ദി ക്ലോസ്ഡ് ബൗണ്ടഡ് പ്ലെയിൻ ഇൻ എ റീജിയൻ ആർ ഈസ് എന്താണ്, ഏരിയ എന്നുള്ളത് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1 ആണ്. ഓക്കെ, ആ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഇവിടെ ഇല്ല, ജസ്റ്റ് 1 ആണെങ്കിൽ അത് ഏരിയ എന്ന് ഈക്വൽ ആയിരിക്കും. ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ഏരിയ എന്ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏരിയ ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ എങ്ങനെ കാണുന്നത്, ഏരിയ ഈസ് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1 ഡി എ. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം അല്ല. ഇവിടെ ആ എഫ് ഓഫ് എക്സ് വൈ എന്നതില്ല, 1 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഡിഫറൻസ് മാത്രമാണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റഗ്രേഷൻ എ ടു ബി ഇൻറ്റഗ്രേഷൻ g1 ഓഫ് എക്സ് ടു g2 ഓഫ് വൈ ഡി വൈ ഡി എക്സ് ഇല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി എക്സ് ഓഫ് എന്താണ് ഡി വൈ ഡി എക്സ് ഓർഡർ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ കൂടി ഓർഡർ ഫോളോ ചെയ്യാം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ബട്ട് ആ എഫ് ഓഫ് എക്സ് വൈ എന്നുണ്ടായ പ്ലേസിൽ ഇവിടെ 1 ഉണ്ട്, അത്ര മാത്രമാണ് ഡിഫറൻസ്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഉണ്ടെങ്കിൽ അത് വോല്യൂം ആവും, ബട്ട് ഇവിടെ 1 ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ഏരിയ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ ബൗണ്ടഡ് ബൈ y is equal to x y is equal to x സ്ക്വയർ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അതായത് ഈ രണ്ട് എന്താണ് കർവ് ബൗണ്ടഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ബിറ്റ്വീൻ ദി കേർവ്സ്. ഏരിയ ബിറ്റ്വീൻ ദി കേർവ്സ് അത് എന്താണ്, അത് സിംഗിൾ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഏരിയ ബിറ്റ്വീൻ ദി കേർവ്സ് എന്നുള്ളത് ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ മാത്രം ചെയ്തിട്ടാണ് ചെയ്തത്. അത് നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ബട്ട് ഇവിടെ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യുമ്പോൾ ഫങ്ഷൻ എന്നുള്ളത് 1 ആയിട്ട് എടുക്കണം ഇവിടെ. ഓക്കെ, അപ്പോൾ കർവ് ഏതൊക്കെയാണ് തന്നത്, y is equal to x ഉം y is equal to x സ്ക്വയറും ആണ് തന്നത്. അപ്പോൾ ഈ രണ്ട് കർവിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താക്കുക, ഡ്രോ ദി ഡയഗ്രാം. y is equal to x എന്നുള്ള ലൈൻ ഇതാണ്, അതേപോലെ y is equal to x സ്ക്വയർ എന്നുള്ള ലൈൻ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റനിൽ നോക്കിയാൽ ഇവിടെ z തന്നിട്ടില്ല അല്ലേ. അപ്പോൾ z നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത്, വോല്യൂം കാണാനാണ് വേണ്ടത് അല്ലേ. വോല്യൂം കാണാനാണ് നിങ്ങൾക്ക് z, അതായത് എഫ് ഓഫ് എക്സ് വൈ വേണ്ടത്. ബട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് ആ z ഇല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ വേണ്ട, അവിടെ 1 ആണ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ z തരാത്തത്. അപ്പോൾ ഈ തന്ന കർവിനെ എന്താക്കുക, ഡ്രോ ദി ഡയഗ്രാം. അപ്പോൾ ഫസ്റ്റ്
എന്താണ് y is equal to x ലൈൻ ഇതാണ്, y is equal to x സ്ക്വയർ കർവ് ഇതാണ് പരാബോള. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇതെന്താണ് ഏരിയ എന്നുള്ളത് ഇതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എന്താണ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെർട്ടിക്കൽ ക്രോസ് സെക്ഷനാണ് എടുത്തത്. അപ്പോൾ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഓർഡറാണ്? ഡി വൈ ഡി എക്സ് ഓർഡറാണ്. ഇൻറ്റഗ്രേഷനിൽ ഡി വൈ ഡി എക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടേ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ y is equal to x സ്ക്വയർ ആണ്, ഈ ലൈനിൻ്റെ ഇക്വേഷൻ y is equal to x ആണ്. അപ്പോൾ ഏരിയ എന്താണ്? ഏരിയ എന്നുള്ളത് എന്താണ്? ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1 dA, 1 ആണ് 1 dA. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് ഓർഡറിലാണ് ചെയ്യുന്നത്? ഈ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് എടുത്തത്, വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ആണ് എടുത്തത്, അതുകൊണ്ട് ഡി വൈ ഡി എക്സ് ആണ് ഓർഡർ. അപ്പോൾ അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നത് കൊണ്ട് ഉള്ളിലുള്ള ലിമിറ്റ് എന്നുള്ളത് വൈ എന്നായിരിക്കും, പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് എ ടു ബി എന്നുള്ളത് എക്സിൻ്റെ ലിമിറ്റാണ് അല്ലേ. പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് എക്സിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ ഇതിൽ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്താൽ എക്സ് എവിടെ നിന്ന് എവിടത്തേക്കാണ് വേരി ആവുന്നത്? 0ൽ നിന്ന് 1 വരെ അല്ലേ. കാരണം ഈ എന്താണ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്, ഈ പോയിന്റ് എന്നുള്ളത് 1,1 ആണ്. അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്നുള്ളത് 0ൽ നിന്ന് 1 വരെയാണ്. അതേപോലെ വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലിമിറ്റ് എന്താണ്? താഴെയുള്ള കർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് മുകളിലുള്ള കർവിൻ്റെ ഇക്വേഷൻ വരെ. അതായത് താഴെയുള്ള കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? y is equal to x സ്ക്വയർ, മുകളിലുള്ള കർവിൻ്റെ ഇക്വേഷൻ y is equal to x. അപ്പോൾ y is equal to x സ്ക്വയറിൽ നിന്ന് y is equal to x വരെ. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് x to x സ്ക്വയർ 1 into dy. നെക്സ്റ്റ് സെയിം ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. വൈയുടെ ഇൻറ്റഗ്രേഷൻ എന്താണ്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രേഷൻ y ആണ്. അപ്പോൾ വൈയിലേക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, x to x സ്ക്വയർ, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് അപ്പർ ലിമിറ്റ് x സ്ക്വയർ ആണ്, ലോവർ ലിമിറ്റ് x ആണ്. അപ്പോൾ x സ്ക്വയർ മൈനസ് എക്സ്, പിന്നെ ഈ x സ്ക്വയർ മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു x ഇൻറ്റഗ്രേഷൻ ആക്കിയതിന് ശേഷം ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ x സ്ക്വയർ മൈനസ് എക്സ് എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? x³ 3 - x²/2 ലിമിറ്റ് ഫ്രം 0 to 1. അപ്പോൾ ഇഫ് യു സിംപ്ലിഫൈ വിൽ ഗെറ്റ് 1/6. അപ്പോൾ ഈ 1/6 എന്നുള്ളതാണ് ഏരിയ ബൈ ഡബിൾ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻ, ഇപ്പോൾ നിങ്ങൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏരിയ ബിറ്റ്വീൻ ദി കർവ്സ് ചെയ്തിട്ടുണ്ട്, ആ സെക്ഷൻ നോക്കുക. അതിൽ നിങ്ങൾ സിംഗിൾ ഇൻറ്റഗ്രേഷൻ ആണ് ചെയ്തത്. ബട്ട് ഇതെന്താണ്? ഇത് ഏരിയ കാണാൻ എങ്ങനെയാണ് ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂഷ്വലി പറയുന്നത് എന്താണ്? വോള്യൂമാണ്. ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ളത് വോള്യൂമാണ്. ബട്ട് ഈ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 ആണെങ്കിൽ അത് ഏതിന് ഈക്വൽ ആവും? ഏരിയന് ഈക്വൽ ആവും ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. ബട്ട് നിങ്ങൾ ഈ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിൽ സിംഗിൾ എന്താണ് ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട്, സിംഗിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് ഏരിയ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് ഫൈൻഡ് ദ ഏരിയാസ് ഓഫ് ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബൈ ദി പരാബോള. പരാബോള ആൻഡ് ലൈൻ. അതായത് ഈ പരാബോള y is equal to x² എന്നുള്ള പരാബോളയും ഈ y is equal to x+2 എന്നുള്ള ലൈനും എന്താണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന റീജിയനിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എന്തിനാണ് എന്ന് പറയാം. സെയിം ഡയഗ്രാം ഒക്കെ സെയിം ആണ്. ബട്ട് ഇതിൽ ഞാൻ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഇതിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷനും ഇതിൽ വെർട്ടിക്കൽ ക്രോസ് സെക്ഷനാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഏതാണ് സ്യൂട്ടബിളായിട്ട് എടുക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. ഇതിലേക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സിനൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്താൽ കറസ്പോണ്ടിങ് ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്താൽ എന്താവും? ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം, ഈ ഡയഗ്രാം എ നോക്കിയേ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുന്നതാണെങ്കിൽ ഈ 1,1 ഉള്ള പോയിന്റ് ഇവിടെ ആയിരിക്കും, 1,1 എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കും. ബട്ട് ഈ പോയിന്റിൽ നിങ്ങൾ നോക്കിയാൽ ഈ പോയിന്റിന് ശേഷം, അതായത്
ഇവിടെ -1,1 പോയിൻ്റ് ഉണ്ട്, ഇവിടെ 1,1 പോയിൻ്റ് ഉണ്ട്. ഈ ലൈൻ ഇങ്ങനെ നിങ്ങൾ ഒരു ലൈന് ഡ്രോ ചെയ്താൽ ആ ലൈനിൻ്റെ മുകളിൽ ഒരു റീജിയൻ ഉണ്ട് R2, അതേപോലെ ആ ലൈനിൻ്റെ താഴോട്ട് ഒരു റീജിയൻ ഉണ്ട്. ഇത് R1 അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ R2 റീജിയനിൽ കർവ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ഈ കർവും പിന്നൊന്ന് ഈ കർവും ആണ് കിട്ടുന്നത് R2 റീജിയനിൽ. ബട്ട് അതേപോലെ R1 റീജിയനിലാണെങ്കിൽ അത് എന്താവും, മാറും. കാരണം ഈ കർവും ഡിഫറെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കാനാവില്ല, കാരണം അത് വേറെ ആയിട്ട് ചെയ്യേണ്ടി വരും. R1ൻ്റെ ഏരിയ പ്ലസ് R2ൻ്റെ ഏരിയ എന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വർട്ടിക്കൽ കോമ്പണൻ്റ് ആയിട്ട് എടുത്തെങ്കിൽ അത് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. കാരണം വർട്ടിക്കലായിട്ട് എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ 2 കർവ് മാത്രമാണ് കിട്ടുന്നത്. ഒന്ന് ഇതും പിന്നൊന്ന് ഇതും, ഈ 2 മാത്രമാണ് കിട്ടുന്നത്, വേറെ ആയിട്ട് കിട്ടുന്നില്ല. ഇതിലാണെങ്കിൽ ഈ പോയിൻ്റ് വരെ ഈ 2 കർവും, പിന്നെ എന്താണ് ഈ ലൈനിൻ്റെ റെഡ് ലൈനിൻ്റെ താഴോട്ട് എന്താണ് ഈ 2 കർവാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താക്കും, നിങ്ങൾ വർട്ടിക്കൽ കോമ്പണൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. വർട്ടിക്കൽ കോമ്പണൻറ്റ് ആകുമ്പോൾ ത്രൂ ഔട്ട് എന്താണ് സെയിം ഈ 2 കർവ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒന്നിതും പിന്നെ ഒന്നിതും. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വർട്ടിക്കൽ കോമ്പണൻറ്റ് എടുക്കുന്നത് എന്ന് വെച്ചാൽ dy/dx ആണ് ഓർഡർ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ dy/dx ആണ് ഓർഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനാണ് അങ്ങനെയാണ് അത് തിയറി ആയിട്ട് എഴുതിയതാണ്. എന്താണ് ഹൊറിസോണ്ടലായിട്ട് അതായത് ഈ ഡയഗ്രാമിലുള്ള പോലെ ഹൊറിസോണ്ടലായിട്ട് എടുത്താൽ നിങ്ങൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണേണ്ടി വരും എന്നതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ മാത്രമാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കും, ഇപ്പോൾ വർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ വർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ dy/dx ആണ് ഓർഡർ. അപ്പോൾ dy/dx ആണ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമുല എന്താണ്? dy/dx എന്നാവുമ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ ഓഫ് 1 dy/dx. അപ്പോൾ dy/dx എന്ന് പറയുമ്പോൾ ഉള്ളിൽ y ആണ്. അപ്പോൾ ഈ ഉള്ളിലുള്ള ലിമിറ്റ് എന്നത് എന്തിനാണ്? y-നാണ്. അപ്പോൾ y-ൻ്റെ ലിമിറ്റ് ഉള്ളിലും dx ഔട്ട്സൈഡ് ഉള്ളത് കൊണ്ട് ഔട്ട്സൈഡ് ലിമിറ്റ് x-നുമാണ്. അപ്പോൾ x-ൻ്റെ ലിമിറ്റ് ഏതാണ്? ഞങ്ങൾക്കിപ്പോൾ ഏത് റീജിയനിൻ്റെ ഏരിയയാണ് വേണ്ടത്? ഈ റീജിയനിൻ്റെ ഏരിയയാണ് വേണ്ടത്. ആ ലൈനും ആ കർവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന റീജിയൻ ഇതാണ്. അപ്പോൾ ഈ റീജിയൻ എവിടത്തേക്കുണ്ട്? x ആക്സിസിൽ -1ൽ നിന്ന് 2 വരെ ഉണ്ട്. ഓക്കെ, ഈ -1 2 ഒക്കെ എങ്ങനെ കിട്ടിയേ? ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ -1ൽ നിന്ന് 2 വരെ x വേരി ആവുന്നുണ്ട്. അപ്പോൾ x-ൻ്റെ ലിമിറ്റ് എന്നുള്ളത് -1 to 2. അപ്പോൾ -1 to 2 ആയി. അതേപോലെ y-യുടെ ലിമിറ്റ് എന്ത്? y-യുടെ ലിമിറ്റ് എന്താണ്? y-യുടെ ലിമിറ്റ് എന്നുള്ളത് താഴെയുള്ള കർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് മുകളിലുള്ള കർവിൻ്റെ ഇക്വേഷൻ വരെ. അപ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? y = x². മുകളിലുള്ള ഇക്വേഷൻ എന്താണ്? y = x+2. അപ്പോൾ x² നിന്ന് താഴെയുള്ള ഈ കർവിൻ്റെ ഇക്വേഷൻ x² നിന്ന് മുകളിലുള്ളത് അതായത് x+2 വരെ, അതായത് -1 to 2 x² to x+2 1 dy/dx. ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റ് ഏതെന്നൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആവുക. സോ അപ്പോൾ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ എ ഈസ് എന്താണ്? ഇതാണ്. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേഷൻ ആക്കുക. ഏതിനെ? 1-നെയാണ് അല്ലേ? ഇവിടെ 1 ആണ്. 1 എഴുതണമെന്നില്ല, അവിടെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? y ആണ് അല്ലേ? 1ൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? y. സോ വി ഹാവ് y. പിന്നെ ലിമിറ്റ് എന്താണ്? x² to x+2. x² നിന്ന് x+2 വരെ. സോ അത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് dx. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്കണം. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2, 2ൻ്റെ ഇൻ്റഗ്രേഷൻ 2x, x²ൻ്റെ ഇൻ്റഗ്രേഷൻ x³/3, പിന്നെ ലിമിറ്റ് -1 to 2.
സോ അത് അപ്ലൈ ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 9/2 എന്നുള്ള ആൻസർ കിട്ടും. സോ കംപ്ലീറ്റ് ദിസ് വൺ. ഇപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ ഒരു ഇൻറ്റഗ്രേബിൾ ഫംഗ്ഷൻ എഫ് കൺസിഡർ ആക്കുക. അതായത് ഇൻറ്റഗ്രേഷൻ ചെയ്യാനാവുന്ന ഫംഗ്ഷൻ എഫ് കൺസിഡർ ആക്കുക. ആ ഫംഗ്ഷനിൻ്റെ എന്താണ് ആവറേജ് വാല്യൂ എന്നുള്ളത് ഓവർ ദ റീജിയൻ ആർ എന്താണ്. ഈ ഇൻറ്റഗ്രേബിൾ ഫംഗ്ഷൻ എഫിൻ്റെ ആവറേജ് വാല്യൂ എവിടെയാണ്? റീജിയൻ ആറിൽ ആ ഫംഗ്ഷൻ എഫിൻ്റെ ആവറേജ് വാല്യൂ എന്താണ്? അപ്പോൾ ഫോർമുല എന്താണ്? ഇപ്പോൾ ഓവർ ദി റീജിയൻ ആറാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ എന്നുള്ളത് റീജിയൻ ആറിലാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ആവറേജ് വാല്യൂവിൻ്റെ ഫോർമുല എന്നുള്ളത് എന്താണ്? 1/1 ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ, 1 ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ, ഏത് റീജിയനാണോ കൺസിഡർ ചെയ്ത് ആ റീജിയനിൻ്റെ ഏരിയ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ എഫ് ഡി എ, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് എഫ് ഡി എ. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് എഫ് മീൻസ് എന്താണ്? വോല്യൂമായി അല്ലേ? വോല്യൂം. ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇത് 1 അല്ല, ഇവിടെ ഉള്ളത് 1 അല്ല, ഇപ്പോൾ എഫ് ആണ്. ഓക്കെ, 1 ആയിരുന്നെങ്കിൽ ഏരിയ ആവുമായിരുന്നു. ബട്ട് ഇത് എന്താണ്? ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി ഓഫ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുമ്പോൾ വോല്യൂമാണ്. 1 അല്ലെങ്കിൽ അത് വോല്യൂമായി ഡബിൾ ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ഏരിയ എപ്പോഴാണ് ആവുക? ഇത് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1 ആണെങ്കിൽ മാത്രമാണ്. ഓക്കെ, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1 ആണെങ്കിൽ മാത്രമാണ് അത് എ ആവുന്നത്, ഇല്ലെങ്കിൽ അത് വോല്യൂമാണ്. അപ്പോൾ നിങ്ങൾ ആവറേജ് വാല്യൂവിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ആ ഏത് ഏത് റീജിയനിലാണോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ആ റീജിയനിൻ്റെ ഏരിയ 1 ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ ഇൻറ്റു വോല്യൂം ഓഫ് ദാറ്റ് റീജിയൻ. അതായത് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻ എഫ് ഓവർ ദി റീജിയൻ ആർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓരോ എക്സാമ്പിൾ നോക്കാം. സോ find the average value of the function f of xy is equal to x cos xy over the rectangle this one. അതായത് ഈ ഫംഗ്ഷനിൻ്റെ ആവറേജ് വാല്യൂ കാണണം. റീജിയൻ എന്താണ്? റീജിയൻ റെക്റ്റാങ്കിളാണ് അല്ലേ? റെക്റ്റാങ്കിൾ. ഏത് റെക്റ്റാങ്കിളാണ്? എക്സ് വേരീസ് ഫ്രം 0 to π ആൻഡ് വൈ വേരീസ് ഫ്രം 0 to 1. അതായത് ലെങ്ത്ത്, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് ഞങ്ങൾ എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ബ്രെഡ്ത്തിന് വൈ ആണ് എടുക്കുന്നത് അല്ലേ യൂഷ്വലി. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പത്തെ സെക്ഷൻസിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ലെങ്ത്ത് എന്താണ്? 0 to π എന്ന് പറയുമ്പോൾ പൈ ആണ് ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്താണ്? 0 to 1, അതായത് 1 യൂണിറ്റാണ് ബ്രെഡ്ത്ത്. അപ്പോൾ ഈ ഫോർമുല എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് എന്താണ്? 1 ഏരിയ ഓഫ് ദാറ്റ് റെക്റ്റാങ്കിൾ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് എഫ് ഓവർ ആർ അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത്ത് പൈയും ബ്രെഡ്ത്ത് 1 ഉണ്ടെങ്കിൽ ഏരിയ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് പൈ ഇൻറ്റു 1, അതായത് പൈ. അപ്പോൾ ഏരിയ കിട്ടി, നമുക്ക് ഏരിയ കിട്ടി അല്ലേ? നെക്സ്റ്റ് എന്താണ് കാണേണ്ടത്? ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ആർ എഫ് ഡി എ കാണണം. എന്ന് വെച്ചാൽ വോല്യൂമാണ് കാണേണ്ടത്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഡി എക്സ് ഡി വൈ ഓർഡർ ചെയ്യാം, ഇല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ഓർഡർ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഡി വൈ ഡി എക്സ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഡി വൈ ഡി എക്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എക്സ് പുറത്തുള്ളത് കൊണ്ട് ഇവിടെ പുറത്തുള്ള ലിമിറ്റ് എക്സിനെയാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാണ്? 0 നിന്ന് π വരെ അല്ലേ? എക്സിൻ്റെ ലിമിറ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0 to π, വൈയുടെ ലിമിറ്റ് 0 to 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 0 to π 0 to 1 ഫംഗ്ഷൻ എന്താണ്? തന്ന ഫംഗ്ഷൻ എക്സ് കോസ് എക്സ് വൈ. സോ എക്സ് കോസ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. പിന്നെ യൂഷ്വലായിട്ട് നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേഷൻ ആക്കുക. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, എക്സിന് എന്താക്കണം? എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ എക്സിനെ അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക. കോസ് എക്സ് വൈൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? സൈൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്നുള്ളത് 0 to 1. So after applying limit we have എന്താണ്? ഈ എക്സ് ക്യാൻസൽ ആവും. പിന്നെ സൈൻ എക്സ് വൈന് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to 1 എന്നുള്ളത്.
അപ്പോൾ സൈന് എന്താവും, സൈന് XY, അതായത് വൈയുടെ പ്ലേസിൽ ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്തത്, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേഷൻ ചെയ്തത്. അപ്പോൾ വൈനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എക്സിനല്ല. ഓക്കെ, വിത്ത് റെസ്പെക്ട് ഏതാണോ ഇൻറ്റഗ്രേഷൻ ചെയ്തത് അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും, വൈയുടെ വാല്യൂ 1. അപ്പോൾ സൈൻ എക്സ് മൈനസ് ലോവർ ലിമിറ്റ് എന്താണ് 0, അതായത് സൈന് എക്സ് ഇൻറ്റു 0, സൈൻ 0 0, സോ -0. സോ അപ്പോൾ ഈ സൈൻ എക്സിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മൈനസ് കോസ് എക്സ് ആയിരിക്കും കിട്ടുക. പിന്നെ അതിൻ്റെ ലിമിറ്റ് 0 to π. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 2. അപ്പോൾ എന്താണ്, ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് 2 കിട്ടി. ബട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആവറേജ് വാല്യൂ എന്താണ്, 1/a ഏരിയ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഏരിയ എത്രയാണ് കിട്ടിയത്, π. സോ 1/π ഇൻറ്റു 2, that is 2/π. So average value is 2/π. Understood? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. എന്താണ് എക്സസൈസ് പ്രോബ്ലംസ് ഏതൊക്കെയാണ്, ഈ ഇൻറ്റഗ്രേഷന് നോക്കണം. സോ ഇതെന്താണ്, ഏരിയ ആണ് ആക്ച്വലി, കാരണം അവിടെ ഫങ്ഷൻ ഇല്ല, 1 ആണുള്ളത് അല്ലേ. ഇൻറ്റഗ്രേഷൻ 0 to 6 y is equal to y²/3. y²/3യിൽ നിന്ന് 2y വരെ 1 dy. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതാണ്. എങ്ങനെയാണ്, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്കുക, ഏതിനെ 1നെ, ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് കൺഫ്യൂഷൻ ആവേണ്ട, ഫംഗ്ഷൻ തന്നിട്ടില്ല എന്ന് കൺഫ്യൂഷൻ ആവണം. അവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കുക, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേഷൻ ആക്കുക. അപ്പോൾ ആൻസർ വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സെക്കൻഡ് വൺ ആവറേജ് വാല്യൂ എങ്ങനെയാണ്, ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്, സെയിം റെക്ടാങ്കിൾ തന്നെയാണ് തന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൻ്റെ ആവറേജ് വാല്യൂ ആ ഫോർമുല വെച്ചിട്ട് ചെയ്യണം. കംപ്ലീറ്റ് ദി പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ്, ഡബിൾ ഇൻറ്റഗ്രേഷനെ ഏരിയ കാണാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഏരിയ കാണാൻ ഡബിൾ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്, ഏരിയ എന്ന് വെച്ചാൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓഫ് 1dA എന്ന് യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഏതിലാണ്, ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലായിരുന്നു അല്ലേ. എക്സ് വൈ യൂസ് ചെയ്താൽ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. അതേപോലെ നമുക്കിപ്പോൾ പോളാർ കോർഡിനേറ്റിൽ വി ഹാവ് ദി ഫോർമുല ഡബിൾ ഇൻറ്റഗ്രൽ ഇൻ പോളാർ ഫോം, അതായത് ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ്. ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ളതിനെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ പോളാർ കോർഡിനേറ്റിൽ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ എന്തായിരുന്നു ഏരിയ, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ 1dA, 1ൻ്റെ ഡബിൾ ഇൻറ്റഗ്രേഷൻ ആണ് ഏരിയ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലായിരുന്നു. ബട്ട് നമുക്കിപ്പോൾ എന്താണ്, പോളാർ കോർഡിനേറ്റിലാണ് വേണ്ടത്. പോളാർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ r ആണ്. ആറും θ യൂസ് ചെയ്തിട്ട് എഴുതുന്ന സിസ്റ്റം കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ്. അപ്പോൾ ഈ പോളാർ കോർഡിനേറ്റിൽ ദ ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ ആർ ഇൻ ദി പോളാർ കോർഡിനേറ്റിൽ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിൻ്റെ ഏരിയ ഉള്ളത് എന്താണ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ dr dθ. അപ്പോൾ അവിടെ dx dy ഉണ്ടായിരുന്നു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷനിൽ. ബട്ട് ഇവിടെ dr dθ ആണ്, ആറും θയാണ് വേരിയബിൾ, dr dθ. പിന്നെ ഇവിടെ 1 അല്ല. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ r എന്നുള്ളത് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ r ഓഫ് 1 എന്താണ്, 1നെയാണ് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് അല്ലേ. 1 dy dx ആയിരുന്നു. ബട്ട് ഇവിടെ പോളാർ കോർഡിനേറ്റിലാവുമ്പോൾ അത് 1 അല്ല, അവിടെ r ആണ്. ഓക്കെ, r dr dθ, ഈ rനെയാണ് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നോക്കാം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലെമിനിസ്കേറ്റ് r² is equal to 4 cos 2θ. ലെമിനിസ്കേറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഇൻഫിനിറ്റി പോലെയുള്ള ഒരു എന്താണ് ഗ്രാഫ്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പോലെയുള്ള ഒരു ഗ്രാഫ്. അപ്പോൾ ഈ ഏരിയ, ഈ ലെമിനിസ്കേറ്റ് ഉണ്ടാക്കുന്ന ഏരിയയുടെ നിങ്ങൾ എന്ത് വേണം, റീജിയനിൻ്റെ ഏരിയ വേണം.
അതായത് ഈ കംപ്ലീറ്റ് റീജിയനിൻ്റെ ഇത് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് റീജിയൻ ഏതാണ്? ഈ ഫുള്ള് ഇങ്ങനെ ഫുള്ള് ഏരിയ വേണം. ബട്ട് എന്താണിത്? ഈ ലെമനിസ്കേട്ട് നിങ്ങൾ ഡയഗ്രാം നോക്കിയാൽ ഈ ലെമനിസ്കേട്ട് എന്നുള്ളത് സിമ്മെട്രി ആണ് അല്ലേ? ഇതെന്താണ്? ഇവിടെ ഉണ്ടായ പാർട്ട് നിങ്ങൾ ഇത്ര പാർട്ട് നോക്കിയാൽ അത് തന്നെയാണ് താഴോട്ടും അല്ലേ? അതേപോലെ എന്താണ്? അത് സിമ്മെട്രിയാണ്. അതായത് ഇവിടെ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ. അതേപോലെ നിങ്ങൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എങ്ങനെയാണോ അതുള്ളത് അതുപോലെയാണ് ബാക്കി 4 ക്വാഡ്രൻറ്റിലും ബാക്കി 3 ക്വാഡ്രൻറ്റിലും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരെണ്ണത്തിൻ്റെ ഏരിയ നോക്കിയിട്ട് അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ? ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഈ റീജിയനിൻ്റെ ഏരിയ നോക്കിയിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കിട്ടും. കാരണം അത് സിമ്മെട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഏരിയ എ എന്നുള്ളത് 4 ടൈംസ് ഏരിയ ഓഫ് ദ റീജിയൻ ആർ. ഈ റീജിയൻ ആർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 4 ടൈംസ്. അപ്പോൾ ആ റീജിയനിൻ്റെ ഏരിയ എന്താണ്? ഇതിന് എങ്ങനെയാണ് കാണുന്നത്? അത് കാണാൻ നമുക്ക് ഫോർമുല ഉണ്ട് അല്ലേ? ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റർ. ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ് എന്താണ്? ഏരിയ എന്നുള്ളത് ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ. ആറിൻ്റെ ഇൻറ്റഗ്രേഷൻ, ആറിൻ്റെ ഡബിൾ ഇൻറ്റഗ്രേഷൻ അല്ലേ? ആറിന് ഇൻറ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്താണ്? സോ ലിമിറ്റ് ഇപ്പോൾ ഡി ആർ ഡി തീറ്റ ആണ് ഫോർമുലയിലുള്ളത്. അപ്പോൾ ഇൻസൈഡ് ഉള്ളത് ആറാണ്, പുറത്തുള്ളത് തീറ്റയാണ്. അപ്പോൾ പുറത്ത് തീറ്റ ഉള്ളത് കൊണ്ട് ഇവിടെ ലിമിറ്റ് ഇൻറ്റഗ്രേഷനിൽ ലിമിറ്റ് പുറത്തുള്ളത് ഏതിനായിരിക്കണം? തീറ്റനായിരിക്കണം അല്ലേ? ഇവിടെ പുറത്തുള്ള വേരിയബിൾ എന്നുള്ളത് തീറ്റയാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എഴുതുമ്പോഴും എന്താണ്? പുറത്തുള്ള ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് എന്നുള്ളത് തീറ്റനായിരിക്കണം ഇവിടെ. പിന്നെ ഉള്ളിൽ ഡി ആറായതുകൊണ്ട് ഈ ലിമിറ്റ് എന്നുള്ളത് ആറിനായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റേൻ്റെ ലിമിറ്റ് എന്താണ്? നിങ്ങൾ ഫസ്റ്റ് ഇത്ര പാർട്ടിൻ്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ ഈ ഇത്ര ഏരിയ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ആംഗിൾ എവിടെ വരെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇത്ര പാർട്ടിൻ്റെ മാത്രമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ആംഗിൾ എന്നുള്ളത് എവിടെ നിന്ന് എവിടത്തേക്കാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 0യിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു π/4 വരെയുള്ള ഈ 2 ലൈൻ അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസും തീറ്റ ഈസ് ഈക്വൽ ടു π/4 എന്ന് പറയുമ്പോൾ ഈ ലൈനും, ഈ 2 ലൈനിൻ്റെ ഇടയിലാണ് ഇതുള്ളത് അല്ലേ? ആ റീജിയൻ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0യിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു π/4 വരെയാണ് നമുക്ക് വേണ്ടത് തീറ്റയുടെ ലിമിറ്റ്. അപ്പോൾ തീറ്റയുടെ ലിമിറ്റ് എന്നുള്ളത് 0 to π/4 ആയി. അതേപോലെ ആറിൻ്റെ ലിമിറ്റ് എന്താണ്? ആറിൻ്റെ ലിമിറ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ലേ? ഉള്ളിൽ നിന്ന് ഔട്ട് സൈഡ് വരെ. അപ്പോൾ പുറത്തുള്ള കർവ് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ പുറത്തുള്ള കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? r² = 4 cos 2θ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? r² എന്നുള്ളത് തന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ആറാണ് വേണ്ടത്. എന്താണ് ആറ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ? അപ്പോൾ ഈ പുറത്തുള്ള കർവിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് r = 4 √4 cos 2θ. അപ്പോൾ അതേപോലെ ഈ സൈഡിലുള്ള കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ r = 0. r 0 ആണ്. ഈ ഒറിജിൻ നിന്ന് ഈ കർവ് വരെ. അപ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ r = 0 ആണ് അല്ലേ? അപ്പോൾ ആറിൻ്റെ ലിമിറ്റ് എന്നുള്ളത് 0യിൽ നിന്ന് √4 cos 2θ ആണ്. അപ്പോൾ ഇവിടെ r dr dθ. സോ ആറിൻ്റെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു r എന്നുള്ളത് എന്താണ്? ആറിൻ്റെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു r എന്താണ്? r²/2 ആൻഡ് ദ ലിമിറ്റ് ഈസ് ഫ്രം 0 to √4 cos 2θ dθ. സോ പിന്നെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്ത ശേഷം കിട്ടുന്ന ടർമിൻ്റെ എന്താണ്? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ എന്താണ് കിട്ടുക?
ഇതാണ് കിട്ടുന്നത്. സോ ഇഫ് യു സിംപ്ലിഫൈ യു വിൽ ഗെറ്റ് ദിസ് വൺ 4. അപ്പോൾ 4 ആണ് എന്താണ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി ലെമൺ സ്കേർട്ട്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്നുള്ളത് എന്താണ്, ഇതാണ് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പോളാർ കോർഡിനേറ്റിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനാണ് ഈ ഫോർമുല. പോളാർ കോർഡിനേറ്റിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ.